2-3 വർഷം മുമ്പൊക്കെ ഇതെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. ഈ മസ്ജിദുൽ ഫതഹൊക്കെ പൂട്ടിക്കിടക്കുകയായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് വലിയ വേദനയുള്ള സംഗതിയായിരുന്നു. കാരണം നിമിതങ്ങൾക്ക് ഉത്തരം കിട്ടിയ സ്ഥലമാണ്, നിമിതങ്ങൾ വേറെ നിസ്കരിച്ച സ്ഥലമാണ്. ആ സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ ഇഷ്ടം വെക്കുന്നവർ എത്രയോ ആളുകളുണ്ടാകും. ഇപ്പൊ അതെല്ലാം നമുക്ക് ഓപ്പണായി കിട്ടി, അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ഉഹദിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനത്തുൽ മുനവ്വറയിലേക്ക് പോവാം. ഉഹദ് നമ്മുടെ ലിസ്റ്റിൽ പെട്ടതല്ല, പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിലൂടെ ഇറങ്ങി സിയാറത്ത് ചെയ്ത് പോകാം. ഉഹദിൽ പോകാതെ പോകുന്നത് അത്ര ഒരു രക്ഷയില്ല. കാരണം നബിതങ്ങളുടെ ഇഷ്ടം, നബിതങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ കിടക്കുന്ന സ്ഥലമാണല്ലോ ഉഹദ്. അപ്പൊ അതുകൊണ്ട് ഉഹദിലും കൂടെ നമുക്ക് സിയാറത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നേരെ ഭക്ഷണം കഴിച്ചിട്ട് മസ്ജിദുൽ നബവിയിലേക്ക് കടക്കാം. പിന്നെ ഭക്ഷണമൊക്കെ നമ്മളെ ഇഷ്ടമാണ്, അത് നമ്മൾ ഈ വകുപ്പിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ പിന്നെ നമ്മുടെ അവസ്ഥക്കനുസരിച്ചാവാം. ജുമഅയുടെ കൂടെ തന്നെ അസറിനെ മുന്തിച്ച് നിസ്കരിക്കുന്ന കാര്യം മറന്നു പോകരുത്. നമ്മളൊക്കെ യാത്രക്കാരാണ്, മുസാഫിരീങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഉംറയ്ക്ക് വരുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ജുമഅയുടെ കൂടെ തന്നെ അസറിനെ മുന്തിച്ച് നിസ്കരിക്കണം. കാരണം നമുക്ക് ഇനി അസറിന് വേണ്ടി സൗകര്യപ്പെട്ട പള്ളി പോകുന്ന വഴിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാരും മറന്നു പോകരുത്. ജുമഅയുടെ കൂടെ തന്നെ അസറിനെ മുന്തിച്ച് നിസ്കരിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഹിജ്റ 2-ാം വർഷം നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമാണ് ഉഹദ് യുദ്ധം. ഉഹദിന്റെ ചരിത്രമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, എന്നാലും ഞാനത് ഓർമ്മപ്പെടുത്താം. ഉഹദിലേക്ക് ശത്രുക്കളെ നയിച്ചത് ബദറിലെ കനത്ത പരാജയമായിരുന്നു. ബദറിൽ നല്ല വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ്. സംഗതി പാളിപ്പോയി. കടുത്ത പരാജയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരാജയമായിരുന്നു ബദറിലെ ശത്രുക്കൾ കിട്ടിയത്. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉഹദ് വലിയ ഒരു പാഠം നമുക്ക് തരുന്നുണ്ട്. ഈ ജീവിതം അല്ലാഹുവോട് അടുത്തവർക്ക് ഒരുപോലെ എന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് സുഖം ഉണ്ടാകും, ഇടയ്ക്ക് ദുഃഖം ഉണ്ടാവും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു ഞെരുക്കത്തിലൊരു എളുപ്പമുണ്ടാകും, ഒരു എളുപ്പം വന്ന ഒരു ഞെരുക്കം ഉണ്ടാകും. സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടായിരിക്കും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈമാനില്ലാത്തവർക്ക് ഒരു പക്ഷേ അവരെ നല്ല സുഖത്തോടുകൂടെ ജീവിക്കും. അവർക്കൊരു പ്രയാസമോ വിഷമമൊന്നും ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല, അഭിവൃദ്ധി ഉണ്ടാകാം. കാരണം അത് അല്ലാഹു ദുനിയാവിനെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവരും അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കുചേർത്ത് ആരാധിക്കുന്നവരും അവർക്കൊക്കെ അല്ലാഹു തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമുക്കും അല്ലാഹു തന്നെയാണ് ഭക്ഷണം തരുന്നത്. അപ്പൊ ഈ ദുനിയാവിലെ അല്ലാഹു പരിഗണിച്ചിട്ടൊന്നുമില്ല. ആഖിറത്തിന്റെ ജീവിതമാണ് കാര്യമായി അല്ലാഹു പരിഗണിക്കുന്നത്. ബദറിൽ നല്ല വിജയം കിട്ടിയപ്പോ ഉഹദില് ഒരു പരാജയം അല്ലാഹു കൊടുത്തു, ഒരു പരീക്ഷണം കൊടുത്തു. അതാ സംഭവിച്ചത്. അതിന്റെ പിന്നിലൊക്കെ വലിയ തന്ത്രങ്ങളുണ്ട്. അല്ലാഹു ഹിക്മത്തുടയവനാണല്ലോ അല്ലാഹു. ബദറിൽ തോറ്റിട്ട് അവര് മക്കയിലെത്തിയപ്പോ
ബദറിലേക്ക് പുറപ്പെട്ട സംഭവമൊക്കെ വലിയ രസകരമായ സംഭവമാണല്ലോ. ഞങ്ങൾ ജയിച്ചടക്കും, മുഹമ്മദിനെ കൊല്ലും, ഇനിയിപ്പോ ആ പ്രസ്ഥാനം തന്നെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണല്ലോ ആ പ്ലെയറിലാണ് അവര് ബദറിലേക്ക് പുറപ്പെട്ടത്. തിരിച്ചു വരുമ്പോ അബൂജഹലിനെ കാണുന്നില്ല, അവരുടെ നേതാക്കൾ പ്രമുഖരൊന്നുമില്ല. എവിടെ എല്ലാരും എവിടെ വെച്ച് പറഞ്ഞവരൊക്കെ അവരെ കൊന്നു കളഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ മക്കത്തെ ആളുകൾ അന്ന് അക്കാലത്ത് ബദറിലേക്ക് പുറപ്പെടാത്തവർ സ്ത്രീകളടക്കം ഇവരെ പരിഹസിക്കാൻ തുടങ്ങിയതാണ്. ആരെ? ഈ ബദറിലേക്ക് പുറപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആളുകളല്ല. പരിഹാസം കൊണ്ട് പെണ്ണുങ്ങളൊക്കെ കളിയാക്കാൻ തുടങ്ങിയതാണ്. പേടിത്തൊണ്ടന്മാര്, നിങ്ങൾ എങ്ങനെയാ പോയത്, എന്തേ നിങ്ങളാ പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ഇവർക്ക് ഈ പരിഹാസം സഹിക്കാൻ കഴിയാതെ വന്നു. തോറ്റു തൊപ്പിയിട്ടു, അതിന്റെ കൂടെ പരിഹാസം കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഗതി ഇല്ലല്ലോ. അതിൽ ആ പരിഹാസം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അവര് വീണ്ടും പ്ലാൻ ചെയ്തു, ഇനി നമുക്ക് എന്ത് വില കൊടുത്തും നമുക്ക് മദീനയിൽ പോയി ആക്രമിക്കണം. അങ്ങനെയാണ് പിറ്റേ വർഷം ഹിജ്റ 3 ശവ്വാൽ മാസത്തിലാണ് ഉഹദിലേക്ക് പുറപ്പെടുന്നത്. ബദറിലേക്ക് 1000 ആയിരുന്നു. 1000 ശത്രുക്കൾ. എന്നാൽ ഉഹദിലേക്ക് അതിന് ത്രിപിളാണ് എന്ന് പറഞ്ഞ 3000 ആളുകളുമായിട്ടാണ് മക്കയിൽ നിന്ന് ശത്രുക്കൾ വന്നത്. നബിതങ്ങള് സ്വഹാബത്തിനോട് ചർച്ച ചെയ്തു, എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നബിതങ്ങള് സ്വഹാബത്തും ചർച്ച ചെയ്തപ്പോ ചിലര് പറഞ്ഞു, നബിയെ നമുക്ക് ഈ മദീനയിൽ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാം. ശത്രുക്കൾ വരുമ്പോ ഈ മദീനയുടെ ഗല്ലികൾ അവർക്ക് അത്ര പരിചയമില്ല, നമ്മളത്ര. അപ്പൊ നമുക്ക് ഒളിപ്പോരിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പോരാട്ടം നടത്തിയവരെ പരാജയപ്പെടുത്താവുന്നതാണ്. പിന്നെ നബിതങ്ങൾ തീരുമാനിച്ചു, വേണ്ട, നമുക്ക് ഉഹദ് മലയുടെ താഴ്ഭാഗത്തേക്ക് ഒഴിഞ്ഞങ്ങോട്ട് പോകാം. എങ്ങനെയാണ് ഉഹദ് മലയുടെ താഴ്ഭാഗത്തേക്ക് അവര് വരുന്നത്? അതിലിങ്ങനെ ഉഹദ് മലയാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് കാണുന്നത്, നീണ്ടു കിടക്കുക. നാളെ സ്വർഗത്തിൽ ഈ മല നിബിധങ്ങളെ കൂടെ ഉണ്ടാകുന്ന ഈ പർവ്വതം ജബൽ ഉഹദ് നാളെ സ്വർഗത്തിൽ നിബിധങ്ങളെ കൂടെ ഉണ്ടാകും. നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയായിരുന്നു. ഒരിക്കൽ നിബിധങ്ങൾ ഇതിന്റെ മുകളിൽ കയറിയല്ലോ. കൂടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഈ 3 പേരുണ്ട്. അപ്പൊ നിബിധങ്ങൾ ഇതിന്റെ മുകളിൽ കയറിയപ്പോ ഈ മല ഒന്നിങ്ങനെ വിറക്കാൻ തുടങ്ങി. അപ്പോ നിബിധങ്ങള് ആ മലയുടെ മുകളിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, അടങ്ങണം, ഞാന് നബിയാണ്, സിദ്ദീഖാണ് അടുത്തിരിക്കുന്നത്, 2 ശുഹദാക്കളാണ്, രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഉഹദ് മല അടങ്ങി. ഒരു കുട്ടിയെ അനുസരിക്കുന്നത് പോലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഉഹദ് ഇങ്ങനെ ഒന്ന് വിറക്കാൻ കാരണം? ഉഹദിന് ചെറിയൊരു അഹങ്കാരം വന്നു. എന്റെ ദേഹത്ത് ഇപ്പൊ ആരാണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അതുകൊണ്ട് സന്തോഷം കൊണ്ട് അതൊന്ന് ചലിച്ചതാണ് എന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഈ മലയെ ഇഷ്ടം വെക്കുന്നു, അതുകൊണ്ട് സ്വഹാബത്തെ നിങ്ങളും ഇഷ്ടം വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരാതെ പോകാൻ കഴിയില്ല. അങ്ങനെ സ്വഹാബത്ത് 1000ഓളം മുസ്ലിം വെച്ചു. 3000 അതാ അവിടെ വേറെ ഒരു ഭിന്നിപ്പ് തുടങ്ങി, ഒരു ചെറിയ കുസുകുസു. അപ്പൊ എന്താ സംഭവം? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു മുനാഫിഖ് ഉണ്ട് മദീനയിൽ. അയാൾ ഇവരുടെ ഒരു നേതാവായിരുന്നു. മദീനയിൽ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് ഇവരുടെ നേതാവ്. ഈ ഔസും ഖസ്റജ്, ഈ 2 ഗോത്രങ്ങൾ ഒരു ചെറിയ ഒട്ടകക്കയറിന്റെ പ്രശ്നത്തിന് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്ത് നടക്കുന്ന സമയമാണ്. നിബിധങ്ങളെ വരവോടുകൂടെ അവരുടെ യുദ്ധമൊക്കെ ഒഴിവാക്കി അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
എല്ലാവരും കൂടി കണ്ടു, പങ്കെടുത്തു, സന്തോഷിച്ചു. അവര് സ്നേഹിതന്മാരായി, എല്ലാവരും ലഘൂകരിച്ചു. അത് ഇയാൾക്ക് ഭയങ്കര അടിയായി. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അയാള് ഇവരുടെ നേതാവാണ്. പക്ഷെ ഇവരിങ്ങനെ നിബിധങ്ങളെടുത്തെത്തുമ്പോ നിബിധങ്ങളെ ആള് ശത്രുക്കളെയും യഹൂദികളെയും കാണുമ്പോ ഓലാള് ഇങ്ങനെയാണ്. അതില് ഈ ഉബയ്യ് ഇബ്നു സലൂലിന്റെ കെയർ ഓഫിൽ 300 ആൾക്കാരില്ല. അവര് പിന്തിരിഞ്ഞു, ഞങ്ങളില്ല. യുദ്ധത്തിലേക്ക് അടുത്തെത്തി എന്നറിഞ്ഞപ്പോ അവര് പിന്തിരിഞ്ഞു. അതായത് ഈ മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ കപടന്മാർ എന്നല്ല. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നല്ലേ പറഞ്ഞത്. കപടന്മാർ അവരെ കൂട്ടത്തിലെത്തുമ്പോ അവരാളുകൾ, ഇവരെ കൂട്ടത്തിലെത്തുമ്പോ ഇവര് ആള്. അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രത്യേക നിലപാടില്ലാത്ത കോമു. അതാണ് ഈ മുനാഫിഖ് എന്ന് പറയും. ഉറക്കൂല ഒന്നിലും. അങ്ങനെ അവര് പിന്തിരിഞ്ഞ് ബാക്കി 700 ആളുകളാണുള്ളത്. 3700. ബാക്കി പിന്നെ പറയാം. ഇതിലെത്തി എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ. നല്ല തിരക്കാണ്, കൂട്ടം തെറ്റരുത്, ബസ് കുറേ ഉള്ളതാണ്. ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് തിരിച്ചു വരാം.